ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു പലാസോ പാൻറ്റാണ്. ലൈനിങ് വെച്ചിട്ടുള്ള ഒരു പലാസോ പാൻറ്റാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഒരു സാരിയാണ് എടുത്തിട്ടുള്ളത്. സാരീൻ്റെ രണ്ട് സൈഡുള്ള ബോർഡറും കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളതാണിത്. രണ്ട് സൈഡുള്ള ബോർഡറും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതായത് ഇതൊരു ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് സാരിയിൽ ബാക്കി വന്നിട്ടുള്ള തുണിയാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു പലാസോ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാം. അതിലേക്ക് ഞാൻ ലൈനിങ് എടുത്തിട്ടുള്ളത് 2 മീറ്ററാണ്. ഇതും 2 മീറ്ററാണ് നമുക്ക് കിട്ടുന്നത്. സാരീൻ്റെ തുണി 2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലൈനിങ്ങിൽ നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ലൈനിങ്ങിനെ 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലൈനിങ് ഇവിടെ 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. 4ആയിട്ടാണ് മടക്കിയിട്ടിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഈ ഭാഗത്ത് മുകൾ ഭാഗത്തായിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടി 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു ലൈൻ വരച്ചു കൊടുക്കാം. അങ്ങനെ ഒന്ന് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ലെങ്ത്തിനാണിവിടെ. അപ്പോൾ ലെങ്ത്ത് ഇവിടെ മെയിൻ തുണിയിൽ എനിക്ക് ലെങ്ത്ത് വേണ്ടത് 36 ഇഞ്ചാണ്. അതിനേക്കാളും 2 ഇഞ്ച് കുറവായിട്ട് വേണം ഇവിടെ നമ്മൾ ലെങ്ത്ത് ലൈനിങ് തുണിയിൽ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് ഞാൻ ഇവിടെ 34 ഇഞ്ചാണ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 35.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 35.5 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേസ്റ്റിൻ്റെ അളവാണ് മാർക്ക് ചെയ്യേണ്ടത്. വേസ്റ്റിൻ്റെ അളവ് നിങ്ങൾ എടുക്കുമ്പോൾ പാൻറ് ഇടുന്ന ഭാഗത്തെ വണ്ണമല്ല, അതിൻ്റെ താഴെ വീതി കൂടിയ ഭാഗത്തെ വണ്ണം വേണം എടുത്തു കൊടുക്കാൻ. ഇവിടെ ഞാൻ 36 വേസ്റ്റ് അളവ് വരുന്ന പാൻറ്റാണിത് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഇഞ്ച്. 36 ഇഞ്ചാണ് ഇതിൻ്റെ വേസ്റ്റ് അളവ് വരുന്നത്. 36 ഇഞ്ചാണ്. അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് ലൂസും ചേർത്ത് 11 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോഴും നമ്മൾ വേസ്റ്റ് റൗണ്ട് 36 ആയിരുന്നു. അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഇഞ്ച്. അതിൻ്റെ കൂടെ 2 ഇഞ്ചോ 3 ഇഞ്ചോ, 2 ഇഞ്ച് മതി, അല്ലെങ്കിൽ ഒരു 3 ഇഞ്ച് കുറച്ച് ലൂസായിട്ട് ഇരിക്കണം എന്നുള്ളവർ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് 12 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 12 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടുന്ന് ഒരു 2.5 ഇഞ്ച് ഇപ്പുറത്തേക്ക് നീക്കി മാർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 2.5 ഇഞ്ച് ഇവിടുന്ന് നീക്കി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊന്ന് നീക്കി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കാലിൻ്റെ താഴ്ഭാഗത്തെ വണ്ണാണ് എടുത്തു കൊടുക്കുന്നത്. അത് ഞാൻ ഇവിടെ എത്രയാണോ വീതി കൊടുത്തിട്ടുള്ളത് അതേ അളവ് തന്നെയാണ് താഴെ എടുത്തു കൊടുക്കുന്നത്. നമുക്ക് 13.5 ഇഞ്ചാണ് ഈ ഭാഗത്തെ വീതി. നമുക്ക് 13.5 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതേ 13.5 ഇഞ്ച് തന്നെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 13.5 ഇഞ്ച് ഇവിടെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഷേപ്പ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ അങ്ങനെ വരയ്ക്കാം. ഞാനിപ്പോൾ അത് കർവ് സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മാർക്കിങ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അതായത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗത ഫോൾഡായിട്ടുള്ള ഭാഗമാണ്. അവിടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല തുണിയിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ല തുണിയിലേക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തുണി ഇവിടെ 4ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ലൈനിങ് തുണി ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ലൈനിങ് തുണി കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ ഇതാ ലൈനിങ് തുണി കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെങ്ത്ത് നമുക്ക് ലൈനിങ് തുണിയിൽ എടുത്തതിനേക്കാളും 2 ഇഞ്ച് കൂടുതലായിട്ട് നല്ല തുണിയിൽ ലെങ്ത്ത് എടുത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി എനിക്കിവിടെ കറക്റ്റായിട്ട് 2 ഇഞ്ച് തന്നെയാണ് കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അതിനൊന്ന് മാറ്റി കൊടുക്കാം. ഈ ഭാഗവും നമുക്ക് ഫോൾഡിങ് ആയിട്ടാണുള്ളത്. ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ ഒന്ന് ലൈനിങ് തുണി നല്ല തുണി ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ ലൈനിങ് തുണീൻ്റെ താഴെ രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി തയ്ക്കണം. നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തത് അതിനനുസരിച്ച് ഇവിടെ ഒന്ന് മടക്കി തയ്ക്കുക. അതേമാതിരി തന്നെ നല്ല തുണിയിലും നമ്മൾ താഴ്ഭാഗം നമ്മൾ കൊടുത്ത തയ്യൽ തുമ്പിനനുസരിച്ച് താഴ്ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കി തയ്ക്കുക. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മളിതൊന്ന് മടക്കി തയ്ച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗം അങ്ങനെ മടക്കി തയ്ച്ചിട്ടുണ്ട്. ലൈനിങ് തുണി ഇങ്ങനെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അതേമാതിരി നല്ല തുണി ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി എല്ലാ ഭാഗവും നമ്മളിത് നല്ല തുണി ലൈനിങ് തുണി ഒന്ന് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. മുകൾ ഭാഗവും ഇങ്ങനെ ഒന്ന് 2 ലൈനിങ് തുണി നല്ല തുണി ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അതേമാതിരി തന്നെ ഈ സൈഡും ക്രോച്ചിൻ്റെ ഭാഗവും ഇവിടുന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതേമാതിരി ഇപ്പുറത്തെ സൈഡും ഫുള്ളായിട്ട് ലൈനിങ്ങും നല്ല തുണി ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. താഴെ കാലിൻ്റെ ഭാഗം മാത്രം നമ്മൾ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പാടില്ല. സെപ്പറേറ്റ് ആയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇതാ എല്ലാ സൈഡും ഒന്ന് ലൈനിങ്ങും നല്ല തുണിയും ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അതിൻ്റെ നല്ല വശം അപ്പുറത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഈ പീസും ഒന്നും ഇങ്ങനെ വെച്ച് കൊടുക്കണം. നല്ല വശവും ചേർന്ന് വരുന്ന മാതിരി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ക്രോച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 2 ക്രോച്ചും ഒന്ന് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ ക്രോച്ചിൻ്റെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. 2 സൈഡും നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ 2 സൈഡും നമുക്കിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ക്രോച്ചിൻ്റെ സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സൈഡും 2 ക്രോച്ചിൻ്റെ സൈഡും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് ഈ ക്രോച്ചിൻ്റെ ഭാഗം സെൻറ്ററിൽ വരുന്ന മാതിരി ഇങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കാലിൻ്റെ ഈ സൈഡൊന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്രോച്ചിൻ്റെ ഈ 2 ഭാഗങ്ങളും കറക്റ്റായിട്ട് വരുന്ന മാതിരി വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. 2 സൈഡും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കാലിൻ്റെ സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇവിടെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മുകൾ ഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം. ആദ്യം 1/2 ഇഞ്ച് മടക്കി കൊടുക്കുക. പിന്നെ നമ്മൾ എത്രയാണോ മുകളിൽ കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് ഇങ്ങനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്യാതെ എലാസ്റ്റിക് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇതാ മുകൾ ഭാഗം ഇങ്ങനെ ഒന്ന് എലാസ്റ്റിക് ഇടാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിത് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പിന്ന് വെച്ചിട്ട് നമുക്ക് എലാസ്റ്റിക് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. എലാസ്റ്റിക്കിൻ്റെ അളവ് നിങ്ങൾ എടുത്ത് കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ പാൻറ്റ് ഇടുന്ന ഭാഗത്തെ അളവാണ് എടുത്ത് കൊടുക്കേണ്ടത്. പാൻറ്റ് ഇടുന്ന ഭാഗത്തെ അളവ് എനിക്കിവിടെ വരുന്നത് 32 ആണ്. അതിൽ നിന്നൊരു 6 ഇഞ്ച് കുറവായിട്ടാണ് ഞാനിവിടെ എലാസ്റ്റിക് എടുത്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒന്ന് എലാസ്റ്റിക് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാം. ഇപ്പോൾ അത് എലാസ്റ്റിക് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ പിന്നെ അഴിച്ച് മാറ്റിയിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. എലാസ്റ്റിക് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഗ്യാപ്പ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് എലാസ്റ്റിക് ജോയിൻ ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ആ ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളതും ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല വശത്തേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ അത് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. നമ്മൾ പലാസ പാൻറ്റ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലോസ പാൻറ്റാണിത്. നിങ്ങളുടെ കയ്യിലും ഇങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്ന സാരികൾ ഉണ്ടാവും, അതിൽ ലൈനിങ് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനത്തെ പാൻറ്റുകൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.